നമുക്ക് ഇപ്രാവശ്യം സ്കിറ്റ് കളിക്കണം. ഇന്ന് തന്നെ കണ്ടന്റ് പറഞ്ഞു കൊടുക്കണമെന്നാണ് പറഞ്ഞത്. എടാ എന്റെ മനസ്സിലാണെങ്കിൽ നിന്റെ മനസ്സിൽ ഉണ്ടാ? മനസ്സിലുള്ള പറയടാ. എന്റെ മനസ്സിലൊന്നും വരുന്നില്ല, അതാണ് കുഴപ്പം. നേരത്തെ ഞാൻ പറഞ്ഞതല്ലോ. പക്ഷേ നിന്നോട് ഞാൻ ആലോചിക്കാൻ പറയത്തില്ല. എന്നാടാ? തലക്കകത്ത് എന്തായാലും വേണം ആലോചിക്കാൻ പറയാൻ. തലക്കകത്ത് എന്തായാലും ഉള്ളവരാണല്ലോ പറയത്തുള്ളൂ. അതാണ് നീ ആലോചിക്കാത്ത. എടാ അഞ്ചുതേ, നമുക്ക് രാശങ്ങളോടും ശശാങ്കനങ്ങളോടും കണ്ടത് ചോദിച്ചാലോ? ബെസ്റ്റ്. പിള്ളേരെ നോക്കുന്നതിനെക്കാട്ടും പാടാ വലിയവരെ നോക്കാനെന്നും പറഞ്ഞോണ്ട് അവര് പോകുന്ന ഞാൻ കണ്ടതാ. നീ അതും കൂടെ ചോദിച്ചാൽ കുറവേ ഉള്ളൂ. നമ്മൾ സനുവേട്ടൻ എന്നെ വരാത്തെ? നമ്മളെ പഠിപ്പിക്കുന്ന സനുവേട്ടനോ? പുള്ളിക്ക് ഏതാണ്ട് അതിരുതർക്കം. അതിരുതർക്കോ? പിന്നല്ലാതെ നാട്ടിൽ ചെന്ന് ഏതാണ്ട് കൗണ്ടർ അടിച്ച് ആ കൗണ്ടർ കേട്ടോണ്ടിരുന്നവര് തർക്കിച്ച് പുള്ളി തിരിച്ചും തർക്കിച്ച് ഇപ്പൊ അതിര് കടന്ന് നിൽക്കുവാടാ. ചില സമയത്ത് ചിലതൊക്കെ അതിര് കടന്ന് പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. സനുവേട്ടനോ? പുള്ളിയുടെ അടുത്ത് നമ്മൾ എന്തോന്നായാലും ഞാൻ ഒരു സ്കിറ്റ് പറഞ്ഞുതരാം. പറഞ്ഞു. ആദ്യം നമ്മൾ രണ്ടുപേരും കൂടെ നിൽക്കുന്നു. ഞാനൊരു 5 കൗണ്ടർ അടിക്കുന്നു, നീ പോകുന്നു. അനന്യ വരുന്നു, അനന്യ ഒരു 5 കൗണ്ടർ അടിക്കുന്നു, അനന്യ പോകുന്നു. നീ വീണ്ടും വരുന്നു, ഒരു 5 കൗണ്ടർ അടിക്കുന്നു, ഞാൻ അടിക്കുന്നു, നീ പോകുന്നു. അത്രേ ഉള്ളൂ സ്കിറ്റ് ചെയ്യുന്നു. കൗണ്ടർ എവിടെ? കൗണ്ടർ നമ്മൾ ഉണ്ടാക്കണം. 15 കൗണ്ടർ ആയില്ലേ? അറിയോ? നീ വേറെ കണ്ടന്റ് ഇപ്പൊ കണ്ടന്റ് ഉണ്ടാക്കിയിട്ടല്ലേ കൗണ്ടർ ഉണ്ടാക്കാൻ നിൽക്കുന്നത്. എനിക്കാണെങ്കിൽ ഇപ്പൊ ഒരു മൂഡില്ല, അതാണ് കുഴപ്പം. മൂടുണ്ടായിരുന്ന ഞാൻ എപ്പോഴും ഒരു കണ്ടന്റ് ഉണ്ടാക്കി. എന്നെ പാട്ട് വെക്കണ്ട, ഒരു മൂഡ് വരും. ഇതിപ്പം എന്റെ സിറ്റുവേഷനിൽ ആപ്റ്റ് ആയിട്ടുള്ള എൻട്രി സോങ് ആയിരുന്നു. അതിനടി കണ്ടന്റ് ഇല്ലാതെ ഒരുങ്ങിയല്ലേടാ നമ്മളിവിടെ നിക്കണത്. അല്ല നീ എന്നെ വരാൻ താമസിച്ചത്? പടം കിട്ടി. കല്യാണി പ്രിയദർശന്റെ. കൺഗ്രാജുലേഷൻസ്. എന്നാണ് പടത്തിന്റെ ഷൂട്ടാ? നിങ്ങൾക്ക് എന്താന്ന് പറയണേ? പടം കിട്ടിയെന്ന് പറഞ്ഞു. എനിക്ക് മാസികയിൽ പടം കിട്ടിയെന്ന്. ഞാനത് വെട്ടി എന്റെ റൂമിൽ ഒട്ടിച്ചോണ്ടിരിക്കുകയായിരുന്നു, അതാ താമസിച്ചത്. ഒരു വോയിസ് ടീമുകളുടെ ശ്രദ്ധയ്ക്ക്, സ്കിറ്റിൽ കൗണ്ടർ കുറവുള്ളവർ ഗ്രൂമിംഗ് റൂമുമായിട്ട് ബന്ധപ്പെടുക. കൗണ്ടർ കുറവുള്ളവർ എത്രയും പെട്ടെന്ന് 205 എത്തുക. ഇപ്പോൾ ഒരു ടീം അറിയാൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ കയറാവുന്നതാണ്. കൗണ്ടർ കുറവുള്ളവർ ഇവിടെ കൗണ്ടർ പോയിട്ടൊരു കണ്ടന്റ് പോലും കിട്ടിയില്ല. അന്നേരം 205 പോന്നെ. പിടിച്ചു പ്രാവശ്യം 3 വർഷം കഴുത്തിന് പിടിക്കാനാണ് ചാൻസ്. കണ്ടന്റ് ഇല്ലെങ്കിൽ ഞാൻ ഒരു കണ്ടന്റ് തരാം. അറിഞ്ഞോ? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 2 പ്രതികൾ, ഞാനൊരു വക്കീൽ. അപ്പൊ നിങ്ങൾ എന്നെ കാണാൻ വരേൻ. ഫസ്റ്റ് എന്റെ എൻട്രി നല്ല പഞ്ചുള്ളൊരു മ്യൂസിക്. ഞാൻ പറയൊരു മ്യൂസിക്. പറ. ഞാൻ ആക്ഷൻ ഇട്ടോണേ. തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതം ഗമയ. നിർത്ത്. അല്ലേ തന്നെ ഇവന് ഗമയ. നീ വേറെ വല്ല പാട്ടും പറ. എന്നാ പിന്നെ വക്കീലിന് പറ്റിയ ഒരു പാട്ട് ഞാനിപ്പോ പറയാം. എന്നും വരും വഴി വക്കീൽ. എന്നും വരും വഴി വക്കീലല്ല, എന്നും വരും വഴി വക്കീൽ. നിനക്ക് പറ്റിയത് ഓടയാ. പറയട്ടെ? എന്നാ ഞാൻ തിരിച്ചും പറയും. അതല്ല, ഞാൻ ഒരു സ്കിറ്റ് പറയട്ടെ. ഒരു പാവം പെൺകുട്ടി, അവളെ നിരന്തരം ശല്യം ചെയ്യുന്ന 2 കൂട്ടുകാര്. നമ്മള് സ്കിറ്റ് പറഞ്ഞല്ലോ, നമ്മളെ പച്ചക്ക് പറഞ്ഞാടാ. കണ്ടന്റ് കൊള്ളാം, പക്ഷെ നമ്മുടെ ഫ്ലോറിൽ ഇത് വേണ്ട. അതിനെ വേണ്ട. ഒരു കണ്ടന്റ് പറയാം. പെട്രോൾ പമ്പ്. അയ്യേ, പമ്പൊന്നും വേണ്ട. ഒരു പഞ്ച് മ്യൂസിക് ഇടാൻ പറ്റിയ സ്കിറ്റ് മതി. പമ്പിലല്ലേ കിണ്ണം പഞ്ച് മ്യൂസിക് ഉണ്ട്. കേക്കണോ? പാലാഴിച്ചേലോടെ പായും പമ്പേ. എന്റെ പൊന്നടാവേ, അത് പമ്പ, ഇത് പെട്രോൾ പമ്പ്. എനിക്കിതൊക്കെ അറിയാം. ഇത് ഹിന്ദുക്കൾ നടത്തുന്ന പമ്പാണ്, അതുകൊണ്ട് ഇവിടെ ഭക്തിഗാനം വേണേ ഇടാം. ഈ അരുൺ ചേട്ടന് റിയൽ എസ്റ്റേറ്റിന്റെ ബിസിനസ് ആണോ? എന്നാടി ഞാൻ ഇവിടെ സ്കിറ്റ് കളിക്കാൻ വന്ന അന്ന് തൊട്ട് എന്റെ അടുത്ത് ചോദിക്കാം, പ്രോപ്പർട്ടി എടുത്തോന്ന്. എന്റെ പേരിലാണേലും ഒരു പ്രോപ്പർട്ടിയും ഇല്ലെന്നേ. എന്റെ വീടും പറമ്പ് വിൽക്കുന്ന കാര്യമാണോടി പറഞ്ഞത്? നമ്മുടെ സ്കിറ്റിന് ആവശ്യമുള്ള എന്തെങ്കിലും സാധനങ്ങൾ ലിസ്റ്റ് കൊടുത്തോന്ന്. ആദ്യം നമ്മുടെ സ്കിറ്റ് ആവശ്യമുണ്ടോ എന്ന് ഞാൻ അർജുനങ്ങളോട് ചോദിക്കട്ടെ. പിന്നല്ലേ സാധനങ്ങളുടെ ലിസ്റ്റ് ചെന്ന് കയറിക്കോട്. എടാ, ഈ വാചകം അടിക്കുന്ന സമയം മതിയല്ലോ നിനക്ക് ഇവിടെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ. കണ്ടന്റ് പറ. എടി, നീ എന്തെങ്കിലും കണ്ടന്റ് പറ, ഞാൻ അടുക്കി വെച്ചേക്കുന്ന കണ്ടന്റ് പറയാനായിട്ട്. സ്കൂൾ സ്കിറ്റ് കളിക്കാം. സ്കൂൾ സ്കിറ്റ് ഒക്കെ ഇവിടെ എത്ര പേര് കളിച്ചത്? വേണ്ട, കഴിഞ്ഞ സ്കിറ്റിന്റെ 2ാം ഭാഗം കളിക്കാം. അയ്യേ, 2ാം ഭാഗം പറ്റൂല. അതും വേണ്ട. നീ ഒരു കണ്ടന്റ് പറ. കണ്ടന്റ് ആലോചിക്കണം. കണ്ടന്റ് ആലോചിക്കുമല്ലടാ, ഞാനിവിടെ പല്ലേ കുത്താൻ ഒരു കമ്പി കൊണ്ടുവന്നാലും ചാടി പോലെ എങ്ങോട്ടാ പോയെ നോക്കുവായിരുന്നു. പല്ലേ കുത്താനുള്ള കമ്പി നോക്കുവായിരുന്നല്ലേ. ഞാൻ ഒരു കണ്ടന്റ് പറയട്ടാ. എന്നാ അത് പറ. നമുക്കൊരു ഫാനിന്റെ സ്കിറ്റ് കളിച്ചാലോ?
ആദ്യം 10 മിനിറ്റ് സാധനം ഉണ്ടാക്കും, പിന്നെ അല്ലേ പാനിന്റെ. ഞാൻ ഇതുവരെ ഇവിടെ ഇത്രയും സ്കിറ്റ് ചെയ്ത് എനിക്കിതുവരെ ആശയ ദാരിദ്ര്യം വന്നിട്ടില്ലല്ലോ. സ്കിറ്റ് ഉണ്ടാക്കി തരുമ്പോ നിനക്ക് ഇവിടുന്നാടി ആശയ ദാരിദ്ര്യം വരുന്നത്. ആശയ ദാരിദ്ര്യം പോലും. സൈന്ധവേ, ഇതുവരെ മിമിക്രിക്കാരും ആരും കളിച്ചിട്ടില്ലാത്ത ഒരു ഫ്രഷ് കണ്ടന്റ് വേണം. ഞാൻ പറയാം ഒരു ഫ്രഷ് കണ്ടത്. ഫ്രഷ് ആണ്. നീ പറ. ഹോസ്പിറ്റൽ മിമിക്രിക്കാരും കളിച്ചിട്ടില്ലാത്ത ഫ്രഷ് കണ്ടന്റ് ആണല്ലോ ഹോസ്പിറ്റൽ. വേറെ കണ്ടന്റ് പറയട്ടെ. നമുക്കൊരു ചാത്തൻ സ്കിറ്റ് കളിക്കാം. ഇവിടെ നല്ല സ്കിറ്റ് കളിച്ചിട്ട് കേറുന്നില്ല. അന്നേരം ചാത്ത സ്കിറ്റ് ഇത് ആ ചാത്തനല്ലേ, ഇത് വേറെ ചാത്തൻ. മായാജാലങ്ങൾ കാണിക്കുന്ന കുട്ടിച്ചാത്തൻ. കുട്ടിച്ചാത്തനൊക്കെ നല്ല കണ്ടന്റ് ആണ്. കൊള്ളാം പക്ഷെ തട്ടിക്കൂട്ടി കയറി കഴിഞ്ഞാൽ സ്കിറ്റ് പൊളി. ഒന്നാമത് 10 ആൾ അറിഞ്ഞു വരുന്ന സമയമാണ്, നശിപ്പിക്കാൻ പറ്റത്തില്ല. അത് ശരിയാ. ഞാൻ കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയപ്പോ ഉണ്ടല്ലോ കുറേ പേരോടും കൂട്ടം കൂടി നിൽക്കുക. ഒരാൾ ഓടി വന്നിട്ട് എന്റെ അടുത്ത് ചോദിക്കുക, ഐറ്റം വിറൽ അനന്യല്ലേന്ന്. എല്ലാരും എന്നെ നോക്കി. മഹാദേവ ക്ഷേത്രത്തിൽ വെച്ചാണ് ഞാനും ഉണ്ടായിരുന്നു. എന്റെ പൊന്നാണ് വേദിവക്കട രാകേഷ് മാമൻ അമ്പലത്തില്, ബസ് സ്റ്റാൻഡില്, റെയിൽവേ സ്റ്റേഷനിൽ എവിടെ ഇവള് പോവോ 1/2 മണിക്കൂർ മുമ്പേ പുള്ളി പോകും. ഇവള് ആൾക്കാരുടെ ഇടയിൽ നിൽക്കുമ്പം അയ്യോ പറഞ്ഞു വരും. അതാണ് ഇവള് പറഞ്ഞ ഈ കാര്യം. എന്തായാലും എല്ലാരും എന്നെ തിരിച്ചറിഞ്ഞല്ല, അത് മതി. നീ എന്താ ഒന്നും മിണ്ടാത്ത? എന്നെ എല്ലാരും തിരിച്ചറിയുന്ന കൊണ്ടാ. പക്ഷെ എന്നെ എല്ലാരും വിളിക്കുന്ന സൈന്ധവാന്റിന്നാ. സൈന്ധവാന്റിയോ? അതെന്തോന്ന്? അത് എന്നതാ സംഭവം എനിക്ക് ആദ്യം മനസ്സിലായില്ല. രണ്ടാമത് നമ്മുടെ സ്കിറ്റിന്റെ എപ്പിസോഡ് ഒന്ന് കണ്ടുപോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്നാണ് നമ്മൾ സ്കിറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ജീവചാട്ടൻ ഇങ്ങനെ വന്നിട്ട് എന്നതാ പറയുന്നത്, അടുത്ത സ്കിറ്റ് വരുന്ന സൈന്ധവാന്റി. ജീവചാട്ടൻ പറയുന്നത് സൈന്ധവാന്റി. പക്ഷെ കേൾക്കുന്ന നാട്ടുകാർ വിചാരിക്കും സൈന്ധവാന്റി. അങ്ങനെ എല്ലാരും എന്നെ സൈന്ധവാന്റി എന്ന് വിളിക്കുന്നത്. കണ്ണൻ എന്തിനു ചെയ്യും നമ്മളിപ്പോ? എന്തോ ചെയ്യുമെന്ന് എന്നോടാ ചോദിക്കുന്നത്. നീ നല്ലൊരു കണ്ടന്റ് പറ. കണ്ണൻ എന്റെ ഒന്നും കിട്ടുന്നില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അനന്യ ഇങ്ങ് വന്നേ. കഴിഞ്ഞ സ്കിറ്റില് ക്ലൈമാക്സ് സീനായപ്പോ നീ ഫ്രണ്ടിൽ ചെന്ന് ഡയലോഗ് പറഞ്ഞപ്പം ജിബു വന്നപ്പോ നീ എന്തിനാണ് ജിബിലോട്ട് നോക്കി സംസാരിച്ചത്? ഒരു ക്ലോസ് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെന്ന് ഓർത്ത്. അതാ. ജിബേ, നിന്നെ ക്ലോസ് എടുക്കാൻ വന്നൊന്നുമല്ല. നീ അവിടെ നിന്ന് പുഴുവെന്ന് കണ്ടിട്ട് നിന്നെ എടുത്തോണ്ട് പോകാൻ വേണ്ടി വന്ന സാധനമാണ്. രാജസംഘത്തെ കണ്ടന്റ് പറയണ്ടേ? എടുത്താ ബിജുക്കുട്ടൻ ചേട്ടൻ്റെ അടുത്താണേ കുഴപ്പമില്ലടി. അന്നാടാ പുള്ളി എപ്പോഴും പറയാറുള്ള പോലെ എനിക്കൊന്നും പറയാനില്ല എന്നൊക്കെ പറഞ്ഞാൽ മതി. ബിജുക്കുട്ടൻ ചേട്ടൻ ആരും പറയും എനിക്കൊന്നും പറയാനില്ല. രണ്ടാമത് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഒരു ലോഡ് സാധനമായിരിക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് നീ ആ കേസ് ഇവിടെ. അല്ല ഞാൻ പറയട്ടെ, അപ്പൊ കണ്ടന്റ് വേണമല്ലോ. ഇതിന് രക്ഷയുടെ ഒറ്റ വഴിയുള്ളൂ. എന്നാടാ? നമുക്കൊരു അവതാർ സീറ്റ് കളിക്കാം. അതാകുമ്പോ നമ്മൾ മേക്കപ്പ് ചെയ്ത് വരുമ്പോ നമ്മളെ തിരിച്ചറിയില്ല. നേരത്തെ ജിയോച്ചേട്ടന്റെ കാര്യം പറഞ്ഞില്ലേ, നമ്മൾ സ്കിറ്റ് കളിക്കുന്നതിനെ പുള്ളി ഇങ്ങനെ വരും. എന്നിട്ട് പറയും അടുത്തതായി സ്കിറ്റ് ചെയ്യാൻ വരുന്നു നമ്മുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ് സൈന്ധവ്, അനിരുദ്ധ് ആൻഡ് അനന്യ. പിന്നെ നമ്മൾ എത്ര മേക്കപ്പ് എത്തിയിട്ട് എന്താവശ്യം? അവിടെ ഒന്ന് വിളിച്ചു പോവല്ലേ. നീ നിർത്തിക്കേ.